നമസ്കാരം. കൂട്ടക്കുരുതി നടന്ന മണ്ണിൽ വിധിയെഴുത്ത്. കാവലായി നിൽക്കുന്ന ഇന്ത്യയെ സാക്ഷ്യപ്പെടുത്തി ബംഗ്ലാദേശ് വിധിയെഴുതാൻ പോകും. ഫെബ്രുവരി 12 നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലൂടെ ബംഗ്ലാദേശ് വീണ്ടും ഒരു നിർണായക രാഷ്ട്രീയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആഭ്യന്തരമായിട്ട് ഏറെ നാളായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസ്യതയും അന്താരാഷ്ട്ര അംഗീകാരവും ഒരേ സമയം പരീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ ചുറ്റിപ്പറ്റിയ വിവാദങ്ങളും വിമർശനങ്ങളും ഇപ്പോഴും പൂർണ്ണമായിട്ട് മാഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോഴത്തെ വോട്ടെടുപ്പ് എന്ന് പറയപ്പെടുന്നത് കൂടുതൽ സുതാര്യവും വിശ്വാസ്യതയുള്ളതുമാക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ബംഗ്ലാദേശ്, ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സംഘടനകളെയും തിരഞ്ഞെടുപ്പ് നിരീക്ഷകരായി ക്ഷണിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേക ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശ് ഇന്ത്യയുൾപ്പെടെ ഒരു ഡസനിലധികം രാജ്യങ്ങളെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ പോലുള്ള കൂട്ടായ്മകളെയും യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള മിഷനുകളെയും നിരവധി സ്വതന്ത്ര വ്യക്തികളെയും തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിനായിട്ട് ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ AMM നാസിർ ഉദ്ദീൻ അയച്ച ക്ഷണക്കത്ത് പ്രകാരം ഇന്ത്യ, നേപ്പാൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ഈജിപ്റ്റ്, ഫ്രാൻസ്, കുവൈറ്റ്, മൊറോക്കോ, നൈജീരിയ, റൊമാനിയ ഉൾപ്പെടെയുള്ള 16 രാജ്യങ്ങളെയാണ് വോട്ടെടുപ്പ് നിരീക്ഷിക്കുവാൻ ക്ഷണിച്ചിരിക്കുന്നത്. ന്യൂഡൽഹി ഇതുവരെ പങ്കാളിത്തം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും മൊത്തത്തിൽ 330-ലധികം അന്താരാഷ്ട്ര നിരീക്ഷകർ ബംഗ്ലാദേശിലേക്ക് എത്തുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര സംഘടനകളുടെ പങ്കാളിത്തവും ഈ തെരഞ്ഞെടുപ്പിന് കൂടുതൽ ഭാരം നൽകും. ഇവിടെ OIC ഉൾപ്പെടെ കുറഞ്ഞത് 6 അന്താരാഷ്ട്ര ഗ്രൂപ്പുകൾ തെരഞ്ഞെടുപ്പിനായിട്ട് 5 ഡസനിലധികം നിരീക്ഷകരെ വിന്യസിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. OICയുടെ 2 അംഗ പ്രതിനിധി സംഘത്തെ അവരുടെ തെരഞ്ഞെടുപ്പ് നിരീക്ഷണ യൂണിറ്റ് മേധാവിയായിട്ടുള്ള ഷാക്കിർ മഹമ്മൂദ് ബന്ദർ നയിക്കാൻ പോകും. ഇതിനു പുറമെ ഏഷ്യൻ നെറ്റ്വർക്ക് ഫോർ ഫ്രീ ഇലക്ഷൻസ്, കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ്, അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ സംഘടനകൾ ഇവരെല്ലാവരും നിരീക്ഷകരെ അയക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വിവിധ മനുഷ്യാവകാശ ഗവേഷണ നയതന്ത്ര സ്ഥാപനങ്ങൾ, ഇവിടങ്ങളിലെ ബന്ധപ്പെട്ട വ്യക്തികളൊക്കെ ഈ നിരീക്ഷണ പ്രക്രിയയിൽ ഭാഗവാക്കാകും. അന്താരാഷ്ട്ര നിരീക്ഷകരുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, അന്താരാഷ്ട്ര നിരീക്ഷക സന്ദർശനങ്ങളുടെ ഏകോപനത്തിന് മേൽനോട്ടം വഹിക്കുന്ന സീനിയർ സെക്രട്ടറി ലാമിയ മുർഷദിന്റെ വാക്കുകളിൽ ക്ഷണിക്കപ്പെട്ട ചില രാജ്യങ്ങളിൽ അവരുടെ പ്രതിനിധികളുടെ പേരുകൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലാത്തതിനാൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ കൂടുതൽ നിരീക്ഷകർ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മുഹമ്മദ് യൂനിസിന്റെ ഓഫീസിൽ നിന്നുള്ള പ്രസ്താവന അനുസരിച്ചിട്ട് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനായിട്ട് സ്ഥിരീകരിച്ച അന്താരാഷ്ട്ര നിരീക്ഷകരുടെ എണ്ണം എന്ന് പറയപ്പെടുന്ന 2024 ജനുവരി 7 നടന്ന വിവാദപരമായിട്ടുള്ള പൊതു തിരഞ്ഞെടുപ്പിനേക്കാൾ ഇരട്ടിയിലധികമാണ് എന്ന് പറഞ്ഞോട്ടെ. 12ാം പൊതു തിരഞ്ഞെടുപ്പിൽ 158 അന്താരാഷ്ട്ര നിരീക്ഷകരും 11ാമത്തതിൽ 125 പേരും 10ാമത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ വെറും 4 നിരീക്ഷകരുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്രത്തോളം പേർ 158ഓളം അന്താരാഷ്ട്ര നിരീക്ഷകരെത്തുന്ന ഒരു വലിയ വർധനവുണ്ടായിരിക്കുന്നത്. അത് ശ്രദ്ധേയമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയവയിൽ ഒന്നായി മാറുകയാണ്. കാരണം 300 പാർലമെന്റ് സീറ്റുകളിലായിട്ട് ഏകദേശം 2000 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. 50-ലധികം രാഷ്ട്രീയ പാർട്ടികളും നിരവധി സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തെത്തുന്നു. ഏകദേശം 127 ദശലക്ഷം വോട്ടർമാർ പങ്കാളികളാവുന്ന ഈ വോട്ടെടുപ്പ് ജൂലൈയിൽ നടക്കാനിരിക്കുന്ന ദേശീയ ചാർട്ടറിനെ കുറിച്ചുള്ള റഫറൻഡവുമായിട്ട് ഒരേ കാലയളവിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഭരണകൂടത്തിന്റെ രൂപീകരണം മാത്രമല്ല, രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശ നിർണ്ണയിക്കുന്ന ഒരു നിർണായക ഘട്ടമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് നിരീക്ഷണം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്നതിന് ഇവിടെ യുണൈറ്റഡ് നാഷൻസ് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് അത് ഏറെ പ്രസക്തമാണ്. ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായത്തിൽ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യത, നീതി, സുതാര്യത എന്നിവ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപകരണമാണ് ഈ തെരഞ്ഞെടുപ്പ് നിരീക്ഷണം എന്ന് പറയപ്പെടുന്നത്. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും ജനാധിപത്യ തത്വങ്ങളും തിരഞ്ഞെടുപ്പ് പ്രക്രിയ പാലിക്കുന്നുണ്ടോ എന്ന് സ്വതന്ത്ര നിരീക്ഷകർ വിലയിരുത്തുന്നതിലൂടെ ഫലങ്ങളിലേക്കുള്ള പൊതുജന വിശ്വാസം എന്ന് പറയപ്പെടുന്നത് വർദ്ധിപ്പിക്കാനാകും. 1991 മുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 118 അംഗരാജ്യങ്ങൾക്കും പ്രദേശങ്ങൾക്കും ഒരു ഐക്യരാഷ്ട്രസഭ തെരഞ്ഞെടുപ്പ് സഹായം നൽകിയിട്ടുണ്ട് എങ്കിലും ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ ഐക്യരാഷ്ട്രസഭ നേരിട്ട് ഇടപെടുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇവിടെ നിരീക്ഷണ ചുമതല വഹിക്കുന്നത് സർക്കാർ ക്ഷണിച്ച രാജ്യങ്ങളും പ്രാദേശിക സ്ഥാപനങ്ങളും സ്വതന്ത്ര ഗ്രൂപ്പുകളുമാണ് എന്ന് പറയട്ടെ. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നിരീക്ഷകർ നിരവധി പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിച്ച് തെരഞ്ഞെടുപ്പ് നടപടികൾ വിലയിരുത്തും. ബാലറ്റ് ബോക്സുകളുടെ സുരക്ഷ, വോട്ടർമാരുടെ സ്വാതന്ത്ര്യം, പങ്കാളിത്തം, ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം, ഭീഷണിയോ തടസ്സമോ ഉണ്ടാകുന്നുണ്ടോ എന്നതെല്ലാം അവരുടെ നിരീക്ഷണ പരിധിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നീട് തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമായിട്ടുള്ള രീതിയിൽ
നടന്നോ എന്നതിനെക്കുറിച്ച് അവർ റിപ്പോർട്ടുകൾ തയ്യാറാക്കും. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായിട്ട് മാധ്യമങ്ങളുടെ ആശങ്കകൾ ഉയർത്തും. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഔദ്യോഗിക പ്രസ്താവനകളിലൂടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാൻ ഇവർക്ക് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതേസമയം തെരഞ്ഞെടുപ്പ് നിരീക്ഷണം മാത്രം മതിയാകുമോ എന്ന ചോദ്യം വിമർശകർ ഉയർത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പേ കോടതികളെയും തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും മാധ്യമങ്ങളെയും സ്വാധീനിച്ചുള്ള ഇടപെടലുകൾക്ക് പലപ്പോഴും ഈ നിരീക്ഷണത്തിന്റെ പരിധിക്ക് പുറത്തായി പോകുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനാൽ അന്താരാഷ്ട്ര നിരീക്ഷകരുടെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ വിശ്വാസ്യത വർദ്ധിപ്പിക്കുമെങ്കിലും ജനാധിപത്യത്തിന്റെ യഥാർത്ഥ ശക്തി തെരഞ്ഞെടുപ്പ് ദിനത്തിനപ്പുറത്തുള്ള രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ആശ്രയിക്കുന്നത് എന്നുള്ള വിലയിരുത്തൽ ശക്തമാണ് എന്നതാണ്. ഇതെല്ലാം ചേർന്നാൽ ഫെബ്രുവരി 12 നടക്കുന്ന ബംഗ്ലാദേശ് പൊതു തിരഞ്ഞെടുപ്പ് ഒരു ആഭ്യന്തര രാഷ്ട്രീയ സംഭവമായി മാറുമെന്ന കാര്യം നമുക്ക് തർക്കിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെയും സാന്നിധ്യം എന്ന് പറയപ്പെടുന്നത് ഈ തിരഞ്ഞെടുപ്പിനെ ആഗോള ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ജനാധിപത്യ പരീക്ഷണമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഫലം എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് ബംഗ്ലാദേശിന്റെ ജനാധിപത്യ പ്രതിച്ഛായയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ദീർഘകാലത്തേക്ക് സ്വാധീനിക്കുന്ന ഒരു ചരിത്രഘട്ടമായി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ് എന്നതും പറയേണ്ടിയിരിക്കുന്നു.